എല്ലാവരും അൺബോക്സ് ചെയ്ത് ഭയങ്കര മണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര മണമെന്ന് തോന്നുന്നില്ല. അതിനകത്തൊരു കവറുണ്ട്, കേസാണ്. ദെൻ ഫോൺ പ്ലാസ്റ്റിക് ഫ്രീ പാക്കിംഗ് ആണ്, ഫുൾ പേപ്പറിലാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ട്രോളയുടെ ഒരു മിഡ് സെഗ്മെൻ്റ് ആണ്, മിഡ് റേഞ്ച് എന്ന് പറയാവുന്ന ഒരു ഫോണാണ് എഡ്ജ് 50. എല്ലാവരും അൺബോക്സ് ചെയ്ത് ഭയങ്കര മണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര മണമെന്ന് തോന്നുന്നില്ല. അതിനകത്തൊരു കവറുണ്ട്, കേസാണ്. ദെൻ ഫോൺ പ്ലാസ്റ്റിക് ഫ്രീ പാക്കിംഗ് ആണ്, ഫുൾ പേപ്പറിലാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് മിലിറ്ററി ഗ്രേഡ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയാണെന്നാണ് പറയുന്നത്. തറയിലൊക്കെ വീണാൽ സ്ക്രാച്ചസ് ഒന്നും വരത്തില്ല. ഈവൻ ഗൊറില്ല ഗ്ലാസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, 68 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, ഇജക്ഷൻ ടൂള്, ബുക്കും പേപ്പറും. അത് കൂടാതെ ഒരു സ്റ്റിക്കർ പോലൊരു സാധനം അതിരിക്കുന്നത് എന്താണോ ഒന്നൊരു ഐഡിയ ഇല്ല. കവർ ഇപ്പോഴേ ഇട്ടേക്കാം. അത് പ്രത്യേകിച്ച് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് കവർ ഊരിപ്പോകുന്ന കണക്കുള്ളൊരു ഫീലുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ മെയിനായിട്ട് എൻ്റെ ഫോണിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വീഡിയോ ക്യാപ്ചറിങ്. അതുപോലെ ഞാൻ നേരത്തെ ഫോണിൽ എഡിറ്റൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഫോൺ വേണം. വലിയൊരു ഹൈ റേഞ്ചിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ആൻഡ്രോയിഡിൽ അത്രയും സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബഡ്ജറ്റില്ല. വീഡിയോ ക്യാപ്ചറിങ് വരുമ്പോഴത്തേക്ക് സ്നാപ്ഡ്രാഗൺ സോണി സെൻസറിൻ്റെ ഒരു കോമ്പിനേഷൻ, അത് നിങ്ങൾ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ വർത്താണ്. ഇതൊരു വർത്ത് പ്രോഡക്റ്റാണ് ഫോർ ദ ബഡ്ജറ്റ്. ഇത് 24 ആണ് ഇതിൻ്റെ ബഡ്ജറ്റ്. 32 ആണ് പ്രൈസ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും അത്രയും വರ್ತല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രൈസ് ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊരു 6 months യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.